നേതാക്കൾ അല്ലെങ്കിൽ സംവിധായകർ അവരുടെ താമരപാദങ്ങൾ എനിക്ക് എല്ലാമാണ്. അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അഭിധേയജ്ഞാനം. അപ്പൊ ഈ അഭിധേയജ്ഞാനം നമ്മൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അല്ലെങ്കിൽ ആ ഭക്തിയുത സേവനം ചെയ്യാനുള്ള ഒരു കൂടുതൽ അതിൽ നമുക്ക് ഉന്മേഷം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ ആരാധിക്കണം? അത് ആദ്യം നമ്മൾ മദനമോഹനെ ആരാധിച്ചതിന് ശേഷം സമ്പദ്ജ്ഞാനം കിട്ടി നമ്മൾ വീണ്ടും നമ്മൾ രാധാ ഗോവിന്ദ്ജിയെ ആരാധിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ രാധാ ഗോവിന്ദ്ജിയുടെ ആചാര്യനാണ് ശ്രീ രൂപ ഗോസ്വാമി. ഇവിടെ പ്രണാമ മന്ത്രം ദിവ്യ ഗൃന്ദാരണ്യ കൽപദ്രുമാദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീല ഗോവിന്ദ ദേവോ പൃഷ്ഠാലിഭിഹി സേവിമാനോ സ്മരാമി. വൃന്ദാവനത്തിലെ ആഭരണങ്ങളുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ അവിടെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള കൂട്ടാളികൾ സേവിക്കുന്ന ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ഒരു പ്രഭാപരിതമായ സിംഹാസനത്തിലിരിക്കുന്നു. ഞാൻ അവർക്ക് എന്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അടുത്ത് നമ്മള് പ്രയോജന. എന്താണ് പ്രയോജനം? മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രയോജനത്തെ കുറിച്ച്. അതിന്റെ ആരാധനാമൂർത്തിയാണ് ശ്രീ ശ്രീ രാധാ ഗോപിനാഥ്. പ്രയോജനാചാര്യൻ ശ്രീ രഘുനാഥ ദാസ ഗോസ്വാമി. ശ്ലോകം പറയുന്നത് ശ്രീമാൻ രസരസ ആരംഭി വംശീ വടതടസ്ഥിത കർഷൻ വേണു സുനൈർ ഗോപീർ ഗോപിനാഥ ശ്രീയേസ്തുനാം. ദാസനൃത്തത്തിന്റെ അതീന്ദ്രിയമായ മൃദുലയ്ക്ക് കാരണക്കാരനായ ശ്രീല ഗോപിനാഥൻ വംശീവടത്തിന്റെ തീരത്ത് നിൽക്കുകയും തന്റെ പ്രശസ്തമായ ഓടക്കുഴൽനാദത്താൽ ഗോപി കന്യകമാരുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്നു. അവരെല്ലാം നമുക്ക് അവരുടെ അനുഗ്രഹം ചൊരിയട്ടെ. ഇതാണ് നമ്മൾ ആ 3 ശ്ലോകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒന്നാമത്തെ ശ്ലോകത്തിലെ പരമസത്യ നിർവചനത്തിന്റെ ആ സംബന്ധജ്ഞാനത്തിലെ ഭഗവാന്റെ 7 ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രകടമായ സൃഷ്ടി, സൃഷ്ടി സ്ഥിതി, അതുപോലെ തന്നെ നാശം അല്ലെങ്കിൽ സംഹാരം, ഇതെല്ലാം ഇതിന്റെ എല്ലാത്തിനും കാരണന്മാരാണ് ഭഗവാനാണ്. എല്ലാ പ്രകടനങ്ങളെ കുറിച്ച് ഇത് എന്തെല്ലാം നടക്കുന്നുവോ അതെല്ലാം ഇത് വേദാഹം സമതീതാനി വർത്തമാനി ചാർജുന ഭവിഷ്യ, ഇത് നടക്കുന്നതും കഴിഞ്ഞുപോയതും വരുന്ന പോകുന്നതും എല്ലാം ഭഗവാൻ അറിയാം. അതുപോലെ തന്നെ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് പൂർണ്ണജ്ഞാനം പറഞ്ഞു കൊടുത്തു. പിന്നെ പൂർണ്ണമായും ഭഗവാൻ സ്വതന്ത്രനാണ്. അതുപോലെ തന്നെ ഋഷിമാരെയും ദേവന്മാരെയും പോലും മായയിൽ അകപ്പെടുത്തുന്നു. അതെങ്ങനെയാണ്? തീയിൽ കാണുന്ന ജലത്തിന്റെയോ ജലത്തിൽ മുകളിലുള്ള ഭൂമിയുടെയോ മായ പ്രതിനിധാനം കണ്ട് ഒരാൾ ആശയക്കുഴപ്പത്തിലാകുന്നത് പോലെ ദേവന്മാരെ പോലും ഋഷിമാരെ പോലും എന്താ പറയാ ഈ മായയിൽപ്പെടുത്തുന്നു ഭഗവാൻ. ഈ ഭൗതിക ലോകം താൽക്കാലികമാണെന്നറിയാം, പക്ഷെ ആ ഭൗതിക ലോകത്തെ ഒരു വസ്തുതപരമായി അത് ഒരു പെർമനന്റ് ആണെന്ന് കാണിക്കപ്പെടുന്നു. അതും ഭഗവാന്റെ ഒരു കഴിവാണ്. ഇതെല്ലാം ഭഗവാൻ ചെയ്യുന്നുണ്ടെങ്കിലും എന്നേക്കുമായി ഭഗവാൻ മായയിൽ നിന്ന് മുക്തമായ അതീന്ദ്രിയ വാസസ്ഥാനത്ത് ശ്വാസിതമായി നിലകൊള്ളുന്നു. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ആ പരമസത്യത്തെ ധ്യാനിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തില് ആ പരമസത്യത്തിന്റെ സംബന്ധജ്ഞാനം നമുക്ക് തരുന്നത്. ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താ മനസ്സിലാക്കിയത്? അതോടെയും 7 ഗുണങ്ങളുണ്ട്. അതായത് തീർച്ചയായിട്ടും ധർമ്മപ്രോചിത കൈതവ, ഈ ഭൗതിക പ്രേരിത മതത്തെ, അതായത് ധർമാർത്ഥ കാമ മോക്ഷത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നു. ഇത് പരമമായ സത്യം മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ശ്രീമദ് ഭാഗവതം 100% ഹൃദയശുദ്ധിയുള്ള ഭക്തർക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പിന്നെന്താണിത്? ഏറ്റവും ഉയർന്ന യാഥാർത്ഥ്യത്തെ മായയിൽ നിന്നും വേർതിരിക്കുന്നു, എല്ലാവർക്കും ക്ഷേമം നൽകുന്നു. പിന്നെ 3 തരത്തിലുള്ള ദുരിതങ്ങളെ, ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവിക തുടങ്ങിയ എല്ലാ ദുരിതങ്ങളിൽ നിന്നും അവർക്ക് എന്താ പറയാ അതെല്ലാം ഇല്ലാതാക്കുന്നു. പിന്നെ വ്യാസദേവൻ രചിച്ചതാണ് ദൈവസാക്ഷാത്കാരത്തിന്. അത് അങ്ങനെയുള്ള ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ മറ്റൊരു ഗ്രന്ഥത്തിന്റെ ആവശ്യം എന്താണ്? പിന്നെ ഈ ഗ്രന്ഥം നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനടി ഭഗവാൻ ഹൃദയത്തിൽ നമ്മൾ സ്ഥാപിക്കപ്പെടുന്നു. ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിഗമകൽപ്പതോർ ഗളിതം ബലം സുഖമുഖാദാമൃത ദ്രവ സംയുതം പിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭൂയുഭാവുഹാം. എന്താ പറയുന്നത്? ഇത് ഫലം പറഞ്ഞത് എന്ത് തരം ഫലമാണ്? നോ സ്കിൻ നോ സീഡ്. അത് എന്ത് രസമാണല്ല, ഒരു മാമ്പഴം കിട്ടി അതിന് തൊലിയില്ല, അതിന്റെ കുരു ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ അത് എങ്ങനെയാ നമുക്ക് കഴിക്കുക? അതാണ് ഒരു നെക്ടർ ആയിട്ടുള്ള ശ്രീമദ് ഭാഗവതം. പിന്നെ ദ്രവരൂപത്തിലാണ്, സോളിഡ് രൂപത്തിലല്ല, ലിക്വിഡ് ഫോമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് അത് കഴിക്കാൻ പറ്റും. അങ്ങനെയുള്ള ആ ഒരു ഭാഗവതത്തെ നിങ്ങൾ ആസ്വദിക്കൂ. ആ രസമാലയം സർവ്വരസങ്ങളുടെയും ആകത്തുകയാണ്. പരമദൈവത്വ പുരുഷനെ സർവ്വരസങ്ങളുടെയും ഉത്ഭവസ്ഥാനമായി ശ്രുതി മന്ത്രത്തിൽ വേദോത്രമായി വിശദീകരിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ ഭാഗവതം അത് സുഖദേവ ഗോസ്വാമിയുടെ അതരത്തെ സ്പർശിക്കപ്പെട്ടതുകൊണ്ട് ഒന്നുകൂടിയും അത് എന്താ പറയാ വളരെ മാധുര്യമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് മുക്തി ലഭിക്കുന്നത് വരെ ആസ്വദിക്കൂ എന്നാണ്, ക്ഷണിക്കുന്നതാണ് ഈ 1, 2, 3 ശ്ലോകങ്ങളുടെ നമ്മൾ മനസ്സിലാക്കിയത് പരമസത്യത്തിന്റെ നിർവചനം. ഇനി നമുക്കറിയാം എവിടെയാണ് ഇത്
ശ്രീമദ് ഭാഗവതം അവിടെ പറയാൻ എവിടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ രംഗം ഏതാണ്, അല്ലെങ്കിൽ സെറ്റിംഗ് ദ സീൻ? നൈമിശാരണ്യത്തില് സൗനക ഋഷികൾ ഇരിക്കുന്നു. അവരെന്തിനാ ഇരിക്കുന്നത്? 1000 വർഷത്തെ യാഗം നടത്തുവാനിരിക്കുന്നു. അവിടെയാണ് സൂതഗോസ്വാമി കടന്നു വരുന്നത്. ആ സൂതഗോസ്വാമിയെ വളരെ ആദരവോടെ കീർത്തിച്ചുകൊണ്ട് വ്യാസാസനത്തിൽ ഇരുത്തി 6 ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ സൂതഗോസ്വാമിയുടെ ഗുണങ്ങൾ പറയുന്നുണ്ട്. അതായത് അനഘ, എല്ലാ സർവ്വ അധർമ്മങ്ങളിൽ നിന്നും മുക്തനാണ്. വേദഗ്രന്ഥങ്ങളിൽ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വിശദീകരിക്കാനുള്ള കഴിവുണ്ട്. ശ്രേഷ്ഠ വേദാന്ത പണ്ഡിതനാണ്. വിനയാന്വിതാണ്. ശുദ്ധവും ലളിതവുമാണ്. ഇങ്ങനെയാണ് സൂതഗോസ്വാമിയെ അദ്ദേഹം പ്രണമിച്ച് കീർത്തിച്ചുകൊണ്ട് സൗനക ഋഷികള് ചോദ്യം ചോദിക്കാൻ പോവാണ്. ആദ്യം ചോദ്യം ചോദിക്കുന്നു, പറയൂ ഏറ്റവും ഉയർന്ന നന്മ എന്താണ് എങ്ങനെയാണ് ഒരു മനുഷ്യരാശിക്ക് നന്മ കിട്ടുക? അതിന് ഉത്തരം 2-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഭക്തിയിലൂടെ ആ ദൈവസ്നേഹം വളർത്തിയെടുക്കണം. പിന്നെ 3-4 ചോദ്യങ്ങൾ 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് കലിയുഗത്തിലെ ജനങ്ങളുടെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നു. അല്പായുഷാണ്, മന്ദ, കലഹപ്രിയനും, മടിയന്മാരും, സുമന്ദമതയ, മന്ദഭാഗ്യ, എപ്പോഴും അസ്വസ്ഥൻ, വഴിതെറ്റിയവൻ, നിർഭാഗ്യവാൻ, മടിയൻ, ആയുസുകറോ, ഇങ്ങനെയുള്ള വ്യക്തികളാകണം ഞങ്ങൾ എല്ലാവരും ഈ കലിയുഗത്തിലുള്ളവർ. അതുകൊണ്ട് താങ്കളെ എന്താ പറയുക, വേദശാസ്ത്രങ്ങളെല്ലാം നിപുണനാണ്. പക്ഷെ അത് മുഴുവൻ വിശദീകരിക്കേണ്ട എല്ലാത്തിന്റെയും അന്തസത്ത പറയാനാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. എല്ലാ വേദങ്ങളുടെയും സാരം എന്താണ്? 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൽ അതിന് ഉത്തരം കൊടുക്കണം. ഇനി 3-ാമത്തെ ചോദ്യം ചോദിക്കുന്നു, കൃഷ്ണന്റെ ആവിർഭാവത്തിന്റെ ഉദ്ദേശം എന്തിനാണ് ഭഗവാൻ ദൈവിക ഗർഭത്തിലൂടെ വാസുദേവർക്ക് ജനിച്ചത്? അങ്ങനെ കാര്യം ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം 2-ാമത്തെ അധ്യായം 34-ാമത്തെ ശ്ലോകത്തിലും 3-ാമത്തെ അധ്യായം 28-ാമത്തെ ശ്ലോകത്തിലും 8-ാമത്തെ അധ്യായം 35-ാമത്തെ ശ്ലോകത്തിലും വിവരിക്കുന്നുണ്ട്. പിന്നെ 13 മുതൽ 16 വരെ ഈ സൗനക ഋഷികൾ അവരുടെ റിയലൈസേഷൻ വരെയാണ്. ഭഗവാനെ കുറിച്ചിട്ട് അറിയാനുള്ള തീവ്ര ആഗ്രഹം അവർക്കുണ്ട്. ഭഗവാന്റെ കൃഷ്ണന്റെ വിശുദ്ധനാമം അബോധപൂർവം പോലും ജപിക്കുന്നതിന്റെ മഹത്വം എന്താണ്? ഒരാളെ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. സാധുസംഘത്തിന്റെ പ്രയോജനം ഭഗവാൻ അവരെ ഉടനടി വിശുദ്ധീകരിക്കുന്നു. ഇതെല്ലാം ആ സൗനക ഋഷികൾക്ക് അറിയാം. അങ്ങനെയുള്ള ആ സൗനക ഋഷികൾ പറയുന്നത് അങ്ങനെയുള്ള ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെ ആർക്കാണ് കേൾക്കാതിരിക്കാൻ സാധിക്കുക? കാരണം ഈ കലിയുഗത്തിൽ മോചനം ലഭിക്കുക വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഭഗവാന്റെ നാമം ചെല്ലിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ളൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെയുള്ള അവരുടെ ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞുകൊണ്ട് അടുത്ത 2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പറയോ, ഭഗവാന്റെ സൃഷ്ടിക്ക് വേണ്ടി ഭഗവാൻ എടുത്ത പുരുഷാവതാരങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞു. അത് നമ്മൾ അതിന്റെ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2-ാമത്തെ സ്കന്ധം 30 മുതൽ 33 വരെയും 2-ാമത്തെ അധ്യായത്തിൽ 30 മുതൽ 33, 3-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ വിവരിക്കുന്നുണ്ട്. പിന്നെ അവസാനം ചോദിച്ചു, ഈ ഭൗതിക ലോകത്തെ ഭഗവാൻ ഒരുപാട് അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്, അത് വിശദീകരിക്കാൻ പറഞ്ഞു. അത് 3-ാമത്തെ അധ്യായം മുഴുവൻ അതാണ് പറയുന്നത്. പിന്നെ 19 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു, ഞങ്ങളെ ഭഗവാൻ ഇവിടെ അവതരിച്ചു ബലരാമനോടൊപ്പം. അങ്ങനെ ഒരു മനുഷ്യനെ പോലെ ഒരുപാട് ലീലകൾ അവർ ചെയ്തിട്ടുണ്ട്. അത് കേട്ടിട്ടും ഞങ്ങൾക്ക് മതി വരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ഭാഗ്യത്താൽ കപ്പൽ നായകനായ അങ്ങയെ കണ്ടുമുട്ടുവാൻ സാധിച്ചു. ഭഗവാൻ കൃഷ്ണന്റെ ലീലകളെ കേട്ട് കലിസമുദ്രം കടക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ്, കൃഷ്ണന്റെ തിരോധാനത്തിന് ശേഷം ധർമ്മം എവിടെയാണ് അഭയം പ്രാപിച്ചത്? ശ്രീമദ് ഭാഗവതത്തിൽ അഭയം പ്രാപിച്ചു എന്ന് നമ്മൾ 3-ാമത്തെ അധ്യായം 43-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കി. ഹരേ കൃഷ്ണ, ശ്രീല പ്രഭുപാദ് ജയ്, ഗുരുദേവ് കി ജയ്. ഇനി 2-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, ഇതാണ് 2-ാമത്തെ അധ്യായത്തിന്റെ അതായത് ആദ്യത്തെ 5 ശ്ലോകങ്ങളുടെ സൂതഗോസ്വാമി മറുപടി പറയാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. പിന്നെ 6 മുതൽ 7 വരെ 1-2 ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. 8 മുതൽ 15 വരെ വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ എങ്ങനെ നമുക്ക് ഭക്തി നേടിയെടുക്കാം എന്ന് പറയുന്നു. 16 മുതൽ 22 വരെ ഭക്തിയുടെ പുരോഗമനം, ശ്രദ്ധ ടു പ്രേമ, ആ ഒരു 9 സ്റ്റേജുകൾ, 14 സ്റ്റേജുകൾ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നുണ്ട്. അതിനുശേഷം 23 മുതൽ 29 വരെ ഭഗവാൻ വിഷ്ണുവിനെ, കൃഷ്ണനെ മാത്രം ആരാധിക്കണമെന്ന് സനിഷ്കർഷം സൂതഗോസ്വാമി പറയാണ് ചെയ്യുന്നത്. പിന്നെ 30 മുതൽ 33 വരെ 4-ാമത്തെ ചോദ്യത്തിൽ ഉത്തരം തരുന്നു. 34-ാമത്തെ ശ്ലോകത്തില് 3-ാമത്തെ ചോദ്യത്തിലുള്ള ഉത്തരമാണ് ഈ 2-ാമത്തെ അധ്യായം നമ്മൾ കാണാൻ പോകുന്നത്. 1 മുതൽ 5 വരെ ശ്ലോകത്തിൽ പറയുന്നതാണ് ശ്രീല സൂതഗോസ്വാമിയുടെ രാമകൃഷ്ണസൂതനായ അദ്ദേഹം മറുപടി ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഗുരുവിനെ പ്രണമിക്കുന്നു, സുഖദേവ് ഗോസ്വാമിനെ. പിന്നെ നരനാരായണ ഋഷിമാരെ, അതുപോലെ തന്നെ വിദ്യപ്പേനെ, സരസ്വതി മാതാവിനെ, ഭാഗവത രചയിതാവായ വാസുദേവനെ പ്രണമിക്കുന്നു. എല്ലാവരും പ്രണമിച്ചതിന് ശേഷം സുഖദേവ് ഗോസ്വാമിയുടെ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയാണ്. എന്താണ് സുഖദേവ് ഗോസ്വാമിയുടെ ഗുണങ്ങള്? എല്ലാവരുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതുപോലെ തന്നെ എല്ലാ ഋഷിമാരുടെയും ആത്മീയ ഗുരുവാണ്. ഭൗതിക അസ്തിത്വത്തിന്റെ ഇരുണ്ട മേഖലയെ മറികടക്കാൻ പാടുപെടുന്ന സ്ഥൂല ഭൗതികവാദികളും അദ്ദേഹം വലിയ കാരുണ്യം പ്രകടിപ്പിച്ചു. സ്വന്തം അനുഭവത്തിലൂടെ അത് ശ്രീമദ് ഭാഗവതം വ്യക്തിപരമായി സംശീകരിച്ചു. പിന്നെ പറയുന്നു, ആദരപൂർവ്വം പ്രണാമം അർപ്പിക്കുന്നു പരമദിവ്യോത്തമ പുരുഷനായ
നാരായണ ഭഗവാനെ, നരനാരായണീശ്വമാരെ, വിദ്യപ്രധാനി സരസ്വതി മാതാവിനെ, ഭാഗവതരാജായ വ്യാസദേവനെ പ്രണമിക്കുന്നു. ചോദ്യങ്ങൾ കൊണ്ട് തന്നെ പൂർണ്ണ തൃപ്തനായി സൂതഗോസ്വാമിക്ക് അവർ നന്ദി പറയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, അവർ ചോദിച്ച ചോദ്യമെല്ലാം ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ചോദ്യം, എല്ലാവർക്കും പ്രയോജനകരമാകാൻ കഴിവുള്ളതും സ്വയം പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്നതുമാകുന്നുവെന്ന് സൂതഗോസ്വാമി പറയാണ്. എന്നതിന് ശേഷം 6-7 ശ്ലോകത്തിലൂടെ 1-ാമത്തെ അധ്യായത്തിലെ ഫസ്റ്റ് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയാണ്. എന്താണ് മനുഷ്യരാശിക്ക് ശ്രേയസ്കരമായി വഹിക്കാൻ ചെയ്യുന്നുണ്ടത്, എന്താണ് ഭക്തിയുത സേവനം ചെയ്യണം. അതുപോലെ തന്നെ അങ്ങനെ ഭക്തിയുത സേവനം അതെങ്ങനെയായിരിക്കണം ഭക്തിയുത സേവനം ചെയ്യേണ്ടത്, സ്വാർത്ഥ പ്രചോദനങ്ങളില്ലാതെ ഇടതടവില്ലാത്തതുമായ സ്നേഹപൂർവമായ ഭക്തി സേവനം ചെയ്യാണ് എല്ലാവർക്കും പരസ്പര എന്താ പറയുക പരമമായ ശ്രേയസ് അനുഭവിക്കാം. അങ്ങനെ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, കോസ്ലെസ് മെഴ്സി അല്ലെങ്കിൽ കോസ്ലെസ് നോളേജ്, കാരണമില്ലാത്ത അറിവും അതുപോലെ തന്നെ ഭൗതിക ലോകത്തു നിന്നുള്ള വിരക്തി ഉടനടി നേടുന്നു എന്ന് 1-2 ചോദ്യത്തിന് ഉത്തരവോടെ പറയാണ്. ഇനി 8 മുതൽ 15 വരെയുള്ള ശ്ലോകത്തിലൂടെ നമ്മുടെ എന്താ പറയുക വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ എന്തിനാണ് ഭഗവാൻ ഭൗതികയിൽ പറഞ്ഞിട്ടുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ സ്വഭാവ. അതായത് ആ വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ ഒരു വ്യക്തി എങ്ങനെയാണ് ആ ഭക്തിയിലേക്ക് അല്ലെങ്കിൽ ആ കൃഷ്ണപ്രേമത്തിലേക്ക് ഉയരുന്നത് എന്നുള്ളതാണ് ഇവിടെ. എങ്ങനെ ഉയരേണ്ടത് എന്ന് ഇവിടെ കാണിക്കുന്നു. ഒരുവൻ സ്വന്തം സ്ഥാനത്തിനനുസരിച്ച് ചെയ്യുന്ന തൊഴിൽ പ്രവർത്തനങ്ങൾ അവരവരുടെ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ നിന്ന് ചെയ്യുന്ന എല്ലാതും എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, അത് ഭഗവാന്റെ നാമരൂപ ഗുണങ്ങളെ ശ്രവിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അത് ഉണർത്തുന്നുണ്ടെങ്കിൽ അത് വെറും ശ്രമ ഏവഹി കേവലം കർമ്മ സുനിശ്ചിത പുംസാം വിശ്വക്സേന കഥാശ്രിയ നോത്പാദയതി ശ്രമ ഏവഹി കേവലം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അങ്ങനെ ആ തൊഴിൽപരമായ പ്രവർത്തനങ്ങള് ഭൗതിക നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അതെന്തിനു വേണ്ടി ഉപയോഗിക്കണം, മുക്തിക്ക് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ നമുക്ക് പിന്നെ നമ്മളൊരു ആരോഗ്യകരമായ നമ്മൾ ഈ ജീവിതം നയിക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, പരമസത്യത്തെ അന്വേഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. അല്ലാണ്ട് അത് ഇന്ദ്രിയ തൃപ്തിക്കാവരുത്. കാമസ്യേനേന്ദ്രിയ പ്രീതി ലാഭോ ജീവിത യാവത ജീവസ്യ തത്വജിജ്ഞാസ അനാർത്ഥോ യശ്ചേന കർമ്മഭിഹി. അടുത്ത് പറയുന്നു, ഈ പരമസത്യത്തെ 3 തരത്തില് അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനീതി ശബ്ദതേ. വീണ്ടും പറയുന്നു, പരമമായ സത്യം സാക്ഷാത്കാരം ഏറ്റവും നല്ല പ്രക്രിയ ശുദ്ധമായ ഭക്തിയുത സേവനമാണ്. വർണ്ണാശ്രമത്തിന്റെ ഏക ലക്ഷ്യം ഭഗവാനെ പ്രസാദിപ്പിക്കുക എന്നതാണ്. ഏതു വിധേനയും ഭക്തിയുത സേവനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്രവണം, കീർത്തന, സ്മരണം തുടങ്ങിയ ഇതിൽ കേന്ദ്രീകരിക്കാൻ സൂതഗോസ്വാമി പറയാണ്. ഭക്തി സേവനത്തിന്റെ ഫലം എന്താണ്, കർമ്മ പ്രതിപ്രവർത്തനത്തിന്റെ കെട്ടുകൾ മുറിച്ചു മാറ്റുന്നു. എങ്ങനെ ഈ വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ ആ ധർമ്മം ആചരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് കർമ്മ പ്രതിപ്രവർത്തനത്തിന്റെ കെട്ടുകൾ മുറിച്ചു മാറ്റാമെന്ന് വർണ്ണാശ്രമ ധർമ്മത്തെ കുറിച്ച് ഇവിടെ പറയാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത ഈ ഭാഗത്ത് എന്താ പറയുന്നത്, ഇത് കഴിഞ്ഞതിൽ പറഞ്ഞു എങ്ങനെ ഭക്തി വളർത്തിയെടുക്കാമെന്ന്. ആ ഭക്തിയുടെ പുരോഗമനത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. 16 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളിലെ ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചി സ്യാൻ മഹത് സേവായ വിപ്ര പുണ്യ തീർത്ഥ നിവേശനാഥ്. അങ്ങനെ മഹാത്മാക്കളെ സേവിക്കുക, സദാൻ കൃപ എൻ മഹത് സേവ, ഇതെല്ലാം ചെയ്യുമ്പോൾ അതിനുശേഷം ശ്രദ്ധ, സാധു സംഘ, ഭജനക്രിയ. അവിടെ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്, എന്താ പറയാ, ആ കേൾവി ഭഗവാനെ കുറിച്ച് കേൾക്കാൻ വളരെ രുചി നമുക്ക് കിട്ടും. അതിനുശേഷം അങ്ങനെ നമ്മൾ ഭഗവാനെ കേട്ട് ആ രുചി കിട്ടിയതിനു ശേഷം നമ്മൾ കേൾക്കുമ്പോൾ എന്തുണ്ടാവും, ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കുന്നു. ശ്രീമതാം സുഗത കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തഹസ്തോഹി അപുദ്രാണി വിധിനോദി സുഹൃത് സദാം. പിന്നെ അടുത്ത 2 ശ്ലോകങ്ങളോട് പറയുന്നു എങ്ങനെയാണ് നിഷ്ഠ രുചി ആസക്തിയിലേക്ക് എത്തുന്നത്. നഷ്ടപ്രായേഷു അപുദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകെ ഭക്തിർ ഭവതി നിഷ്ഠകി. അങ്ങനെ പതിവായിട്ട് ഭാഗവത സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഫലങ്ങൾ കിട്ടും. എന്താണ്, ഒന്ന് എല്ലാ അനർത്ഥങ്ങളും നശിപ്പിക്കുന്നു, പിന്നെ സ്നേഹപൂർവമായ ആ സേവനം, ഭക്തിയുടെ സേവനം മാറ്റാനാവാത്ത വസ്തുതായി സ്ഥാപിക്കപ്പെടുന്നു, നിഷ്ഠാജയിലേക്ക് എത്തുന്നു. പിന്നെ തഥാ രജസ്തമോ ഭാവ കാമലോപാദേശേ ചേതേ അനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. അങ്ങനെ താഴ്ന്ന ഗുണങ്ങളുടെ പ്രഭാവം എന്താ പറയുക രജോ തമത്തിൽ നിന്നും അതിൽ അപ്രത്യക്ഷമായി സത്വഗുണത്തിലേക്ക് ആ ഭക്തൻ ഉയർന്ന് സന്തുഷ്ടനാകുന്നു. ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തി യോഗത ഭഗവത് തത്വ വിജ്ഞാനം മുക്ത സംഘർഷിച്ചായതേ. അങ്ങനെ സത്വഗുണത്തില് സ്ഥിരമായതിനു ശേഷം അങ്ങനെ അവിടെ ഭക്തിയുടെ സേവനം ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, 2 ഗുണങ്ങള്. മഹത് ഭക്തി സേവന മനസ്സ് ഉന്മേഷഭരിതമാകുന്നു, പിന്നെ പരമദൈവത്വമനുഷ്ഠിച്ചുള്ള ശാസ്ത്രീയ അറിവും നേടുന്നു. അങ്ങനെ അറിവും എന്താ പറയാ ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവും തന്നെത്താനെ കുറിച്ചിട്ട് അറിവും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്, ക്ഷീയന്തേ ചാസ്യ കർമാണി വിദ്യതേ ഹൃദയ ഗ്രന്ഥി ചിത്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. ഫലദിഷ്ട ബന്ധനത്തിൽ നിന്നുള്ള മോചനവും പൂർണ്ണമായ പ്രബുദ്ധതയും പെർഫെക്റ്റ് എൻലൈറ്റ്മെന്റ് അവർക്ക് കിട്ടുന്നു.
പിന്നെ പറയുന്നത് അങ്ങനെ. പക്ഷെ ഇത് സാധനാ ഭക്തിയിൽ പോലും വളരെ സന്തോഷത്തോടെ, വളരെ എന്താ പറയാ, ഉത്സാഹത്തോടെ നമ്മൾ ഭഗവാനെ സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മാവിനെ ഉത്സാഹഭരിതമാക്കുമെന്ന് സാധന ഭക്തി സ്റ്റേജിലും അത് നമ്മൾക്ക് അനുഭവിക്കാമെന്ന് സൂത ഗോസ്വാമി പറയുകയാണ് ചെയ്യുന്നത് ഈ സെക്ഷനിൽ. ഇനി നമ്മൾ പറഞ്ഞു, ഇത് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു, ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞു വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ നമ്മൾക്ക് ഭക്തിയുത സേവനം വളർത്തിയെടുക്കാൻ നോക്കണം. ഭഗവാന്റെ നാമരൂപ ഗുണലീകളിലുള്ള ആ ശ്രദ്ധ അല്ലെങ്കിൽ രുചി വളർത്തണം. അത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനിയിപ്പോ പറയുന്നത് അതിനു വേണ്ടി നമ്മൾ ആരെ ആരാധിക്കണം. അത് കഴിഞ്ഞ ഭാഗത്ത് ഭക്തിയുടെ മഹത്വത്തെ നിർവഹിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ആരാധനയുടെ പരമോന്നത ലക്ഷ്യം വിഷ്ണുവാണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആരാധനാനാം സർവേശാം വിഷ്ണുർ ആരാധനം പരം. അതിന് 23 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ ബ്രഹ്മ, വിഷ്ണു, ശിവൻ എന്നിവരുടെ ആരാധനയെ കുറിച്ച് പറഞ്ഞു. ഭഗവാൻ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിങ്ങനെ 3 ഗുണപരമായ രൂപങ്ങളെ സ്വീകരിക്കുന്നു. ഇവയിൽ മനുഷ്യർക്ക് വിഷ്ണുവിൽ നിന്നും ആത്യന്തിക പ്രയോജനം ലഭിക്കുന്നു. മറ്റു 2 ആരാധനയിൽ നിന്നും പ്രയോജനം ലഭിക്കുന്നതിൽ ആത്യന്തിക പ്രയോജനം ലഭിക്കുന്നു. എന്താണ് ആത്യന്തിക പ്രയോജനം? ഗോയിങ് ബാക്ക് ടു ഗോഡ് ഹെഡ്. അങ്ങനെ നമ്മൾ എന്താണ്, അജ്ഞതയേക്കാൾ, ഇഗ്നറൻസിനേക്കാൾ, പാഷനേക്കാൾ നല്ലതാണ് എന്ത്? അജ്ഞതയേക്കാൾ നല്ലതാണ് പാഷൻ, അഭിനിവേശം. അതിനേക്കാളും നല്ലതാണ് ഗുഡ്നെസ്സിൽ എത്തുന്നത്. അങ്ങനെ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. അവിടെ അതിന്റെ പർപ്പോട്ടിൽ അതിന്റെ ഒരു സാദൃശ്യം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാന് ഭക്തിപൂർവ്വം സേവനം ചെയ്ത മഹാനായ അധികാരികളെ പിന്തുടരുന്ന ഏതൊരാളും മുക്തിക്ക് അർഹനാണ്. ഇനി 26 മുതൽ 27 വരെ ദേവാരാധനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. മുക്തിയെക്കുറിച്ച് ഗൗരവമുള്ളവർ അസൂയ ഉള്ളവരല്ല, എല്ലാവരെയും ബഹുമാനിക്കുന്നു. ദേവന്മാരെ ആരാധിക്കുന്നത് നിരസിക്കുന്നു, വിഷ്ണുവിനെ മാത്രം ആരാധിക്കുന്നു. ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന, അതായത് തമോ രജോ ഗുണത്തിലുള്ളവര് ദേവന്മാരെ ആരാധിക്കുന്നു എന്ന് സൂത ഗോസ്വാമി പറയാണ് ചെയ്യുന്നത്. ഇനി 28 മുതൽ 29 വരെ ഡ്രീം ഓഫ് ഭാഗവതം, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ പ്രക്രിയകളുടെയും എല്ലാ വർണ്ണാശ്രമ വ്യവസ്ഥയുടെയും സാരാംശം പറയാണ്. എന്താ? വാസുദേവ പരാവേദ, വാസുദേവ പരാമഗ, വാസുദേവ പരായോഗ, വാസുദേവ പരാക്രിയ, വാസുദേവ പരജ്ഞാനം, വാസുദേവ പരം തപ, വാസുദേവ പരോധർമ്മ, വാസുദേവ പരാഗതി. എല്ലാ വേദപഠനത്തിന്റെയും ലക്ഷ്യം എന്താണ്? ഭഗവാനെ മനസ്സിലാക്കണം. യജ്ഞാനുഷ്ഠങ്ങളുടെ ഉദ്ദേശം ഭഗവാനെ പ്രീതിപ്പെടുത്തുക. എല്ലാ യോഗ പദ്ധതികളുടെയും എന്താണ്? ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അതിന്റെ ഫലം കിട്ടുന്നത് ഭഗവാനാണ് തരുന്നതെന്ന് മനസ്സിലാക്കണം. ഭഗവാനാണ് പരമമായ ജ്ഞാനം. അതുപോലെ തന്നെ തപസ്സനുഷ്ഠിക്കുന്നത് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടാണ്. പരമമായ ധർമ്മം ഭഗവാനെ സ്നേഹപൂർവ്വം സേവിക്കുക. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഭഗവാനായിരിക്കണമെന്ന് സൂത ഗോസ്വാമി ഇവിടെ പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഹരേ കൃഷ്ണ. ഇനി അടുത്ത 30 മുതൽ 33 വരെയുള്ള ശ്ലോകങ്ങളില് ഭഗവാന്റെ ഭൗതിക സൃഷ്ടിക്ക് വേണ്ടി ഭഗവാൻ എടുക്കുന്ന അവതാരങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഭഗവാനിൽ നിന്ന് ആദ്യ ബലരാം വരുന്നു, ബലരാമിൽ നിന്നും ആദ്യത്തെ ചതുർവിഹ, ആ ചതുർവിഹയിലെ സംഘർഷനിൽ നിന്നും നാരായണ ഭഗവാനിൽ നിന്ന് രണ്ടാമത്തെ ചതുർവിഹം, അതിൽ ആ മഹാസംഘർഷണത്തിൽ നിന്നും വരുന്നു കരുണോദക സായി വിഷ്ണു, സമ്പൂർണ്ണ ഭൗതിക ഊർജത്തിന്റെയും സ്രഷ്ടാവ്. പിന്നെ കരുണോദക സായി വിഷ്ണു നിന്നും ഗർഭോദക സായി വിഷ്ണു വരുന്നു, ഓരോ പ്രപഞ്ചത്തിലും സ്ഥിതി ചെയ്യുന്നു. പിന്നെ ഓരോ ജീവജാലങ്ങളിലും ക്ഷീരോദക സായി വിഷ്ണു സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഓരോ ജീവജാലങ്ങളിലും പരമാത്മാവായി ക്ഷീര വിഷ്ണുണ്ട്, ഓരോ പ്രപഞ്ചത്തിന്റെയും പരമാത്മാവായി ഗർഭോദക സായി വിഷ്ണു, എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ പ്രപഞ്ചത്തിന്റെയും കൂട്ടായ പരമാത്മാവാണ് കരുണോദക സായി വിഷ്ണു. ഇതാണ് ഈ 30 മുതൽ 33 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. അങ്ങനെ പറയുന്നു, വിഷ്ണുസ്തു ത്രീണി രൂപാണി പുരുഷാഖ്യാനേ ദുഹു. അതായത് ഈ ഇതിന് വേണ്ടിയിട്ട്, ഈ ഭൗതിക സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ 3 രൂപങ്ങൾ എടുക്കുന്നുണ്ട്. അതിനെയാണ് പുരുഷ രൂപം അല്ലെങ്കിൽ പുരുഷാവതാരം എന്ന് പറയുന്നത്. ഏകത്വം മഹസൃഷ്ടിയായ ആദ്യത്തെ വിഷ്ണു എന്താ ചെയ്യുന്നത്? കരുണോദക സായി വിഷ്ണു ഭൗതിക സൃഷ്ടി ചെയ്യുന്നു. ദ്വിതീയത്വം അന്തസംസ്ഥിതം, രണ്ടാമത്തെ വിഷ്ണു ഗർഭോദക സായി വിഷ്ണു ഓരോ പ്രപഞ്ചത്തിലും സ്ഥിതി ചെയ്യുന്നു. തൃതീയം സർവഭൂതസ്ഥം, മൂന്നാമത്തെ വിഷ്ണു ക്ഷീരോദക സായി വിഷ്ണു എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും വസിക്കുന്നു. ഇത് ആരാണോ മനസ്സിലാക്കുന്നത് അവര് ഈ ഭൗതിക ലോകത്തെ മായയിൽ നിന്നും മുക്തമാക്കുമെന്ന് പത്മപുരാണം പറയുന്നു. ഹരേ കൃഷ്ണ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇത് 4ാമത്തെ ഉത്തരമായിട്ട് പറയുന്നു. ഭാവേദി യേശു സത്വേന ലോകാൻ വൈ ലോക ഭാവന ലീലാവതാരോ ദേവത്രീയ നരാധിച്ചു. അങ്ങനെ ഭഗവാൻ ദേവന്മാരും മനുഷ്യന്മാരും താഴ്ന്ന ജന്തുക്കളും അധിവസിക്കുന്ന എല്ലാ ഗ്രഹങ്ങളെയും പരിപാലിക്കുന്നു. അവതാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത്? ശുദ്ധമായ സത്വഗുണത്തിലുള്ളവരെ വീണ്ടെടുക്കാൻ ഭഗവാൻ ലീലകൾ ചെയ്യുന്നു എന്ന് 2ാമത്തെ അധ്യായത്തിൽ കൺക്ലൂഡ് ചെയ്യാണ്. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് ശ്രീ ഗുരുദേവ് കി ജയ്. ഇനി 3ാമത്തെ അധ്യായം നമ്മൾ പറഞ്ഞു. 3ാമത്തെ അധ്യായം എന്താണ്? സർവ്വ അവതാരങ്ങളുടെയും സ്രോതസ്. ഇവിടെ ആദ്യം 1 മുതൽ 5 വരെ നമ്മൾ മനസ്സിലാക്കിയതാണ്.
വീണ്ടും ആ പുരുഷാവതാരങ്ങളെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതിനുശേഷം 6 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ 22 അവതാരങ്ങളെ കുറിച്ച് പറയുന്നു. ഇത് അവതാരകഥ 1-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ്. 4 കുമാരന്മാര് ബ്രഹ്മചര്യത്തിന് വേണ്ടി വരാഹാവതാരം, നാരദമുനി, നരനാരായണ ഋഷിമാര്, കപില ഭഗവാൻ, ദത്തത്രേയൻ, യജ്ഞൻ, ഋഷഭരാജാവ്, പൃഥുരാജാവ്, മത്സ്യാവതാരം, കൂർമാവതാരം, ധന്വന്തിരി, മോഹിനി, അതുപോലെ നരസിംഹദേവ്, വാമനാവതാരം, ഭൃഗുപതി, ഇത് പരശുരാം, വ്യാസദേവൻ, ശ്രീരാമചന്ദ്ര ഭഗവാൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ, കൽക്കി, ഇങ്ങനെയുള്ള അവതാരങ്ങളെല്ലാം അവിടെ 22 അവതാരങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതിനുശേഷം 28ഉം 29ഉം ശ്ലോകങ്ങളോട് പറയുന്നു, ഈ പരമദേവത്വ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാ അവതാരങ്ങളുടെയും അടിസ്ഥാനം. ഏതേച്ചാം ശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്. എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം ഭഗവാനാണ്. നിരീശ്വരവാദികൾ ലോകത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഈ അവതാരങ്ങളെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. എന്താ പറയുന്നത്? നമുക്ക് 4-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകത്തിൽ ഭഗവത്ഗീതയിൽ നമ്മൾ എന്താ മനസ്സിലായിരിക്കുന്നത്? ജന്മകർമ്മജമേ ദിവ്യം ഏവം യു വ്യക്തി തത്വ തെക്തോദേഹം പുനർജന്മ നൈതിമേതി സോർജന. അതേപോലെ ഇവിടെ പറയുന്നു, ഭഗവാന്റെ ആ ഭഗവാന്റെ ജന്മം ഗുഹ്യമാണ്, വളരെ രഹസ്യമാണ്. അത് ആരാണോ ശ്രദ്ധയോടെ അത് ദിവസവും, അതായത് സായം പ്രാതർ, കാലത്തും വൈകുന്നേരം ഈ ഭാഗവതം ഗണിക്കുന്നത്, കീർത്തിക്കുന്നത്, അതെങ്ങനെയായിരിക്കണം? ഭക്തിയോടുകൂടി ചെയ്യുമ്പോൾ ദുഃഖഗ്രാമാ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഒരാൾക്ക് മോചനം ലഭിക്കുന്നവർക്ക് ശ്രദ്ധയോടെ ഭാഗവത് പാരായണം കാലത്തും വൈകുന്നേരം ചെയ്യുന്ന ആ വ്യക്തിക്ക് സർവ്വ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ജന്മഗുഹ്യം ഭഗവതോ യാ ഏതത് പ്രയതോ നര സായം പ്രാതർ ഗൃണം ഭക്ത്യ ദുഃഖഗ്രാമാത് വിമുച്യതേ. പിന്നെ 30 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ ഭഗവാന്റെ വിരാട് രൂപത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. വിരാട് രൂപം സാങ്കല്പികമാണ്, അത് ബുദ്ധി കുറഞ്ഞവർക്ക് ആത്മാവിലേക്ക് അങ്ങനെ അടിച്ചേൽപ്പിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. 30 മുതൽ 32. അങ്ങനെ ഭഗവാനെ എങ്ങനെ അറിയേണ്ടത്? 32-ാം ശ്ലോകം. അനിയന്ത്രിതമായ അമയായ തടസ്സമില്ലാത്ത സന്തതയ അനുകൂലമായ അനുവൃത്യ, അങ്ങനെ ആര് സേവനം ചെയ്യുന്നോ അവർക്ക് ഭഗവാനെ അറിയാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ആ സെക്ഷനിൽ, വിരാട് രൂപത്തിന്റെ സെക്ഷനിൽ സൂതഗോസ്വാമി പറയുന്നുണ്ട്. ഇനി 40 മുതൽ 44-ാമത്തെ ശ്ലോകം വരെ പറയുന്നത് എല്ലാ മനുഷ്യരുടെയും അത്യന്ത നന്മയ്ക്കായി ഭഗവാൻ വ്യാസദേവൻ എന്താണ് ശ്രീമദ് ഭാഗവതം രചിച്ചു. 40 മുതലുള്ള ഈ ശ്ലോകങ്ങളാണ് അടുത്ത 4-ാമത്തെ അധ്യായത്തിന്റെ ശൗനക ഋഷികൾക്ക് ചോദ്യത്തിന് ആധാരമായ അവർക്ക് കിട്ടുന്ന അറിവ്. എന്താ പറയുന്നത്? 40-ാമത്തെ ശ്ലോകത്തില് ഈ ഭാഗവതം, ഇതം ഭാഗവതം നാമ പുരാണ ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോക ചരിതം ഭഗവാൻ ചകാര ഭഗവാൻ ഋഷിഹി നിശ്രേയസായ ലോകസ്യ ധന്യ സ്വസ്തി അയനം മഹത്. അത് ഇറ്റ് ഈസ് മെന്റ് ഫോർ the ultimate good of all people and it is all successful, all blissful, all perfect. അത്യന്തിക നന്മ, അതുപോലെ തന്നെ സർവ്വ വിജയകരവും സർവ്വ ആനന്ദകരവും സർവ്വ പൂർണ്ണവുമാണ്. അങ്ങനെയുള്ള ഈ ഭാഗവതം വ്യാസദേവൻ രചിച്ചു എന്ന് 40-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. 41-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇത് തന്റെ മകന് സുഖദേവ് ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. ആ സുഖദേവ് ഗോസ്വാമി മരണം വരെ ഉപവാസം അനുഷ്ഠിക്കുന്ന മഹാരാജാവ് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ 40, 41, 42 ശ്ലോകത്തിലൂടെ പറഞ്ഞതിന് ശേഷം 43-ാമത്തെ ശ്ലോകത്തില് പറയാണ്, ഇതാണ് കൃഷ്ണ സ്വധാമ ഉപഗതേ ധർമ്മജ്ഞാനാദിഭിः സഹ ഉനഷ്ടനരമിഷ പുരാണാർക്കോ അതിനോദിത. അതായത് ആ ആശ്രയം ആരെയാണ് ആശ്രയിക്കേണ്ടതെന്ന് ഇവിടെ പറയുന്നു. അതായത് ഈ ഭാഗവത പുരാണം സൂര്യനെ പോലെ തിളക്കമുള്ളതാണ്. ഭഗവാൻ കൃഷ്ണൻ സ്വന്തം വാസസ്ഥലത്തെ അതുപോലെ തന്നെ ധർമ്മജ്ഞാന അതോടെ തിരിച്ചു പോയതിനു ശേഷം ഈ ഭാഗവതം ഉദിച്ചു. കലിയുഗത്തിലെ അജ്ഞതയുള്ള നിഗൂഢമായ അന്ധകാരം മൂലം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ഈ പുരാണത്തിൽ നിന്നും വെളിച്ചം ലഭിക്കും എന്ന് പറഞ്ഞ് ആ ആശ്രയം ആരെയാണ് ആശ്രയിക്കേണ്ടതെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 44-ാമത്തെ ശ്ലോകത്തില് സൂതഗോസ്വാമി പറഞ്ഞു, പണ്ഡിത ബ്രാഹ്മണരെ, സൗനകാദർശികളെ, ഞാനിത് അങ്ങനെയാ കേട്ടിരിക്കുന്നത്. സുഖദേവ് ഗോസ്വാമി പരീക്ഷിത്തിന് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. ആ സംഭാഷണത്തിൽ ഞാനുണ്ടായിരുന്നു. അവിടെ ഞാൻ ശ്രദ്ധയോടെ കേട്ടു. അദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ, എന്റെ ഗുരുവായ സുഖദേവ് ഗോസ്വാമിയുടെ കാരുണ്യത്താൽ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും നിങ്ങളെ ഞാൻ കേൾപ്പിക്കാമെന്ന് പറയാണ്. അപ്പൊ അതിന്റെ ഒരു പരമ്പര നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 12-ാമത്തെ അധ്യായം 12-ാമത്തെ സ്കന്ധം 13-ാമത്തെ അധ്യായം 19-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ നിന്നും ബ്രഹ്മാവിൽ നിന്നും നാരദമുനി,
തുടർന്ന് വ്യാസദേവ്, സുഖദേവ് ഗോസ്വാമി, പരീക്ഷിത് മഹാരാജാവ്, സൂര്യ ഗോസ്വാമി, നാമ്യശരണത്തിലെ സീജിമാര് ഇപ്പൊ നമ്മൾ ഈ പരമ്പരയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇത് കഴിഞ്ഞ ക്ലാസ്സിന്റെ ചെറിയൊരു സമ്മറിയാണ്. ഇനിയിപ്പോ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 4-ാമത്തെ അധ്യായത്തിലെ. അപ്പൊ ഈ കഴിഞ്ഞ ഇതില് ഈ അവസാനം ഭാഗവതത്തെ വിശദീകരിച്ചു. ഭാഗവതം ഇത് വ്യാസദേവൻ തന്റെ പുത്രനായ സുഖദേവ് ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സുഖദേവ് ഗോസ്വാമി പരീക്ഷത്തിന് പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോ 4-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തില് സൂതഗോസ്വാമിയുടെ സൗനക ഋഷികൾ ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ എന്താ പറയുന്നത്? അതായത് സൗനക ഋഷികൾ പറയുന്നു, അതായത് സൗനക ഋഷികൾ സൂതഗോസ്വാമി പ്രകീർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ശ്ലോകം നമ്മൾ ആ ഒന്നാമത്തെ ശ്ലോകം ഒന്ന് റിസൈറ്റ് ചെയ്യാം. വ്യാസ ഉവാച ഇതി ബ്രുവാണം സംസ്തൂയ മൂനിനാം ദീർഘ സത്രിനാം വൃദ്ധ കുലപതി സൂതം ബവൃച്ഛ സൗനകോ അബ്രവീത്. എന്താ പറയുന്നത്? ഓൺ ഹിയറിംഗ് സൂത ഗോസ്വാമി സ്പീക്ക് ദസ്. വ്യാസദേവൻ പറയാണ്, അങ്ങനെ സൗനക ഋഷികള് സൂത ഗോസ്വാമി കഴിഞ്ഞ അധ്യായത്തിൽ അവസാന 4 ശ്ലോകങ്ങള് ആശ്രയം ശ്രീമദ് ഭാഗവതമാണ് എന്ന് പറയാൻ വേണ്ടി വ്യാസദേവൻ രചിച്ചു. എല്ലാവർക്കും സർവ നന്മ നൽകും. അത് തന്റെ പുത്രനായ സുഖദേവ് ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അത് പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു എന്നെല്ലാം പറഞ്ഞ ആ ഒരു ഇത് കേട്ടതിന് ശേഷം, ഓൺ ഹിയറിംഗ് സൂത സ്പീക്കിംഗ് ദസ്, അത് കേട്ടതിന് ശേഷം ഈ വൃദ്ധനായ അല്ലെങ്കിൽ എന്താ പറയാ സൗനക ഋഷികള് സൂത ഗോസ്വാമിയെ ചോദിക്കുകയാണ്. അങ്ങനെ സൂത ഗോസ്വാമിയോട് പറയാണ്, സൗനക ഋഷികൾ പറയാൻ തുടങ്ങി അടുത്ത ശ്ലോകത്തില്, സൂത താങ്കള് മഹാഭാഗ, അതുപോലെ തന്നെ വദതാം വര. സൗനക ഋഷികള് പറയാൻ അവിടെ, സൂത മഹാഭാഗ വദനോ വദതാം വര കഥം ഭാഗവതം പുണ്യം യ ആ ഭാഗവാൻ ചഹു. അതായത് സൂതഗോസ്വാമി എന്താണ്, യു ആർ ദ മോസ്റ്റ് ഫോർച്ചുനേറ്റ് ആൻഡ് റെസ്പെക്ട് ഫോർ ഓൾ ദോസ് ഹു ക്യാൻ സ്പീക്ക് ആൻഡ് റിസൈറ്റ്. പ്ലീസ് റിലേറ്റ് ദ പയസ് മെസ്സേജ് ഓഫ് ശ്രീമദ് ഭാഗവതം വിച്ച് വാസ് സ്പോക്കൺ ബൈ ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ സേജ് സുഖദേവ് ഗോസ്വാമി. അങ്ങനെ ആ സുഖദേവ് ഗോസ്വാമി പറഞ്ഞു തന്ന ആ ഭാഗവതം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും, കാരണം താങ്കളുള്ള കഴിവുണ്ട്. എന്നതിന് ശേഷം 3-ാമത്തെ ശ്ലോകം മുതൽ ചോദ്യങ്ങൾ തുടങ്ങാണ്. ഈ അധ്യായത്തില് നമുക്കറിയാം 6, 7, 8, 9 ശ്ലോകങ്ങളുണ്ട് കാതലായിട്ടുള്ള. അതിന്റെ അണ്ടറിൽ കുറെ ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ഭാഗവത ചരിത്രത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. പറയൂ, കസ്മിൻ യുഗേ പ്രവൃത്തേയം, ഏത് യുഗത്തിലാണ് ഇത് ഈ ഭാഗവതം ജനിച്ചത്? കസ്മിൻ സ്ഥാനെ, എവിടെ വച്ചായിരുന്നു? കേന ഹേതുന, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കുത സംചോദിത, എന്തിന്റെ പ്രചോദനത്തിലാണ് ഈ ശ്രീമദ് ഭാഗവതം രചിച്ചത്? എവിടെയാണ്, ഏത് യുഗത്തിലാണെന്ന് ചോദിക്കുന്നു. അതിനുശേഷം അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ഇനി അടുത്ത ചോദ്യങ്ങള് വ്യാസദേവപുത്രനായ സുഖദേവ ഗോസ്വാമിയെ കുറിച്ചിട്ടാണ് അവർ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ആ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, സുഖദേവ ഗോസ്വാമിയുടെ ആ പുത്രൻ വളരെ എന്താ പറയാ ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി, അതുപോലെ തന്നെ എന്താ പറയാ ആ വ്യക്തി നടന്നു പോകുമ്പോൾ സ്ത്രീകള് നഗ്നമായിട്ട് കുളിക്കുന്നുണ്ടെങ്കിൽ കൂടി അവർ അതൊന്നും ഗവനിക്കാറില്ല. പക്ഷെ അതേസമയം അദ്ദേഹത്തിന്റെ പിതാവ് നടന്നുപോയി, ആ സമയത്ത് അവരെല്ലാം അവരുടെ നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു. അപ്പൊ അത്രമാത്രം ആത്മസാക്ഷാത്കാരൻ വ്യക്തിയാണ് ആ സൂത ഗോസ്വാമി. അങ്ങനെയുള്ള സൂത ഗോസ്വാമി എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഹസ്തിനപുരവാസികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? അതായത് എങ്ങനെ അദ്ദേഹത്തിന് കഥം അലക്ഷ്യപൗരേ, അതായത് അങ്ങനെയുള്ള ആ അലക്ഷ്യമായി നടക്കുന്ന, നമുക്ക് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ആ സൂത ഗോസ്വാമിയെ എങ്ങനെയാണ് ആ എന്താ പറയാ കുരു ജംഗലാൻ, അതായത് കുരു വംശത്തിലുള്ള അല്ലെങ്കിൽ ആ ഹസ്തിനപുരവാസികളെ എങ്ങനെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു? അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. ഒരു പശുവിനെ കറക്കുന്ന സമയം, ഒരു സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കാൻ വേണ്ടി പറയാണ്. ഒരു പശുവിനെ കറക്കുന്ന സമയം മാത്രമേ അദ്ദേഹം ഒരു സ്ഥലത്ത് നിൽക്കുള്ളൂ. അങ്ങനെയുള്ള ആ വ്യക്തിയിൽ നിന്നും 7 ദിനരാത്രങ്ങള് എങ്ങനെ പരീക്ഷിത് മഹാരാജാവിന് കേൾക്കാൻ സാധിച്ചു? അദ്ദേഹത്തിൽ നിന്നും ശ്രീമദ് ഭാഗവതം എങ്ങനെ പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയെന്ന് ചോദ്യങ്ങളാണ് സുഖദേവ് ഗോസ്വാമിയെ കുറിച്ച് ചോദിക്കുന്നത്. പിന്നെ ഇനി പറയുന്നത് പരീക്ഷിത്തിനെ മഹാരാജനെ കുറിച്ചിട്ട് ചോദിക്കുക. പരീക്ഷിത് മഹാരാജനെ കുറിച്ചിട്ട് 4 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കൃഷ്ണ
അതിലെ സ്ക്രീൻ സേവ് ചെയ്ത് പോവാം. അങ്ങനെ പരീക്ഷിത് മഹാരാജിനെ അല്ല പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഞങ്ങൾ കേട്ടിട്ടുണ്ട് പരീക്ഷിത്തിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് ക്ലാസ് ഡിവോട്ടിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് പറഞ്ഞു തരൂ. അതുപോലെ തന്നെ അടുത്ത ചോദ്യം പറയുന്നത് എന്താണ്? അദ്ദേഹം ഒരു ചക്രവർത്തിയാണ്, എല്ലാവിധ ഐശ്വര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ആ പാണ്ഡു ഡൈനാസിയുള്ള അങ്ങനെ വ്യക്തിക്ക് എന്തിനാണ് അദ്ദേഹം ഈ ഗംഗാതീരത്ത് മരണം വരെ ഉപവാസം അനുഷ്ഠിച്ചിരിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു തരുമോ? പിന്നെ അദ്ദേഹത്തിന്റെ ആ എംപറർ, നമ്മൾ ഗ്രേറ്റ് എംപററാണ്, ഒരു വലിയ ചക്രവർത്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എല്ലാ മറ്റു നാട്ടുരാജാക്കന്മാരെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിൽ അടിയറ വയ്ക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു സ്ട്രെങ്തായ, അങ്ങനെയുള്ള ഒരു ബലവാനായ ഒരു വ്യക്തി എന്തിനാണ് ഇതെല്ലാം ത്യജിച്ചത്? രാജ്യം, അതുപോലെ തന്നെ തന്റെ ആ ശരീരം പോലും ത്യജിക്കാൻ ആളെ എങ്ങനെ എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നു. അടുത്തേല് പറയുന്നു, അതായത് ഈ പ്രജവാസികൾക്കെല്ലാം, ഈ ദേശവാസികൾക്കെല്ലാം ആശ്രയസ്ഥാനമാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന എല്ലാവരുടെയും ആശ്രയം ഭാഗവതമാണെന്ന് പറയുന്ന പോലെ ഭൗതിക ലോകത്ത് ആ രാജ്യത്തിന്റെ ജനങ്ങളുടെ, പ്രജകളുടെ ആശ്രയം എന്ന് പറയുന്നത് അതിന്റെ ഭരണാധികാരികൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു എംപററായ ആ പരീക്ഷിത് മഹാരാജാവ്, സർവ്വ ജീവജാലങ്ങളുടെയും അഭയകേന്ദ്രമായ ആ പരീക്ഷിത് മഹാരാജാവ് തന്റെ ശരീരം ത്യജിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെയാ സാധിച്ചതെന്ന് പറയാനാണ്. ഇങ്ങനെയാണ് ഈ 3 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം ഭാഗവതത്തിന്റെ ചരിത്രത്തെ കുറിച്ച് ചോദിച്ചു. കസ്മിൻ യുഗേ കസ്മിൻ സ്ഥാനെ കുത പ്രചോദിത, അങ്ങനെയുള്ള 4 കാര്യങ്ങൾ ഭാഗവത്തെ കുറിച്ച് ചോദിച്ചു. അതിനുശേഷം രണ്ടാമത് സുഖദേവ് ഗോസ്വാമിയെ കുറിച്ച് 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഹസിനപുരവാസികളെ എങ്ങനെ തിരിച്ചറിഞ്ഞ് പരീക്ഷിത് മഹാരാജാവ് എങ്ങനെ കണ്ടുമുട്ടി ഈ ഭാഗവതം കേൾക്കാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു. പിന്നെ പരീക്ഷത്തിനെ കുറിച്ചിട്ട് 4 ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ അതിന്റെ ഉത്തരമാണ് ഇവിടെ പറയാൻ വരുന്നത്. 14 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ സൂതഗോസ്വാമി പറയാൻ തുടങ്ങാണ്. അത് ഇതിന്റെ ഈ ഭാഗവത ചരിത്രത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ ഭാഗവത രചയിതാവിനെ കുറിച്ച് പറയാണ്. ആരാണ് ഭാഗവതം രചിച്ചത്? വ്യാസദേവ്. അപ്പൊ ആ വ്യാസദേവത്തിന്റെ കുലത്തെ കുറിച്ച് പറയുന്നു. പരാശരമുനിക്കും അതുപോലെ തന്നെ സത്യവതിക്കും ജനിച്ചു വ്യാസദേവൻ. അതിനുശേഷം വ്യാസദേവൻ എന്ത് ചെയ്തു? അദ്ദേഹം ആ സരസ്വതി തീരത്ത് അദ്ദേഹം ഇരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. ആ ധ്യാനിച്ചതിന് ശേഷം അദ്ദേഹം കലിയുഗത്തിലെ ജനങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി. കാരണം ഇനി വരാൻ പോകുന്നത് കലിയുഗമാണ്. ആ കലിയുഗത്തിലെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ഒരു ചിന്ത വെച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ പോവാണ്? അദ്ദേഹം ആ ഏകവേദമായ ആ ഋഗ്വേദത്തെ 4 വേദങ്ങളായിട്ട് അദ്ദേഹം അതിനെ വിപുലീകരിക്കുക ചെയ്തത്. ആ വിപുലീകരിച്ചതിന് ശേഷം അതെന്ത് ചെയ്തു? തന്റെ 4 ശിഷ്യന്മാർക്ക്, ഏകവേദത്തെ, ഋഗ്വേദത്തെ, ഋഗ്, സാമ, യജുർ, അഥർവവേദ, അങ്ങനെയുള്ള 4 വേദത്തെ വൈശമ്പായൻ, പൈലിം ഋഷി, അതുപോലെ തന്നെ അങ്കിരശൻ തുടങ്ങിയ ആ 4 പേർക്ക് അത് വിശദീകരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അതിനുശേഷം പഞ്ചമവേദമായ മഹാഭാരതം രചിച്ചു. ആ മഹാഭാരതം രചിച്ചതിന് ശേഷം ആ മഹാഭാരതം പുരാണങ്ങളും ബാക്കിയെല്ലാം രോമകൃഷ്ണൻ, അതായത് സൂതഗോസ്വാമി ഇത് പറയുന്നത്, അതെന്റെ അച്ഛനായ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പൈലി ഋഷി ഋഗ്വേദത്തിനും, ജൈമിനി സാമ്യവേദത്തിനും, വൈശമ്പായൻ യജുർവേദത്തിനും, അതുപോലെ തന്നെ അങ്കിരശൻ മുനിക്ക് അഥർവവേദത്തെയും കൊടുത്തു. ബാക്കിയുള്ള മറ്റുള്ള എന്താ പറയാ മറ്റുള്ള പുരാണങ്ങള് ഇതെല്ലാം എന്റെ അച്ഛനായ രോമകൃഷ്ണനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവരാണ് ഇതിനെ കൂടുതൽ വിപുലീകരിച്ചത്. അതിനുശേഷം ഇത് ലെസ് ഇന്റലിജന്റ്, അത് തീരെ ബുദ്ധി കുറഞ്ഞവർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? അദ്ദേഹം വ്യാസദേവ് മഹാഭാരതവും അതുപോലെ തന്നെ പഞ്ചമവേദമായ മഹാഭാരതം രചിച്ചു. ഇത് ഫോർ ബുദ്ധി കുറഞ്ഞവർക്കും പിന്നെ സ്ത്രീകൾക്കും അതുപോലെ ശൂദ്രന്മാർക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് രചിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഇതെല്ലാം രചിച്ചതിന് ശേഷം, ഇത്രയും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് എന്താ ഉണ്ടാവുന്നത്? ഇത്രയും ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു കലിയുഗത്തെ ജനങ്ങൾക്ക് വേണ്ടി. ഇതെല്ലാം ചെയ്ത അദ്ദേഹത്തിന്റെ മനസ്സിന് യാതൊരുവിധ സന്തോഷം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ഇത്രയും ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ സംതൃപ്തമായില്ല എന്ന് അദ്ദേഹം പരിചിന്തിക്കുക ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് അദ്ദേഹം തന്നെ ധ്യാനിച്ചുകൊണ്ട് നോക്കി. അങ്ങനെ അദ്ദേഹം ബിഗാൻ, അതായത് ദ സ്റ്റേജ് ബീയിങ് ഡിസ്സാറ്റിസ്ഫൈഡ് അറ്റ് ഹെഡ് അറ്റ് വൺസ് ബിഗൻ ടു റിഫ്ലക്ട്. അദ്ദേഹം ഉടനെ ധ്യാനിക്കാൻ തുടങ്ങുകയാണ്. എന്താണ് അതിനുള്ള കാരണം? സ്വയം അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരുപക്ഷെ ഞാൻ ഭഗവാനെ കുറിച്ച്
കൂടുതൽ ഇതിൽ പ്രകീർത്തിച്ചിട്ടുണ്ടാവില്ല. അതായിരിക്കുമോ കാരണമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇവിടെ ആര് വരുന്നത്? നാരദമുനി അവിടെ തന്റെ ശിഷ്യന്റെ അടുത്ത് വ്യാസദേവന്റെ അഹർമിട്ടതിൽ ആ കുടിലില് നാരദമുനി പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് പറയുന്നത് ആസ് മെൻഷൻ ബിഫോർ, ഇത് എങ്ങനെ ചിന്തിക്കുകയാണ്? ദിസ് മേ ബി ബിക്കോസ് ഐ ഡിഡ് നോട്ട് സ്പെസിഫിക്കലി പോയിന്റ് ഔട്ട് ദ ഡിവോഷണൽ സർവീസ് ഓഫ് ദ ലോർഡ്. എൻ്റെ ഇപ്പോഴുള്ള ഈ ബുദ്ധിമുട്ടിന്, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴുള്ള അസ്വസ്ഥതയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴുള്ള അസംതൃപ്തിക്ക് കാരണം ഒരു പക്ഷേ ഞാൻ ആ പരമദിവ്യോത്തമ പുരുഷന്റെ ഭക്തിയുത സേവനത്തെ കുറിച്ചിട്ട് ഞാൻ അധികം കൂടുതൽ പ്രതിപാദിച്ചിട്ടില്ല. വിച്ച് ഈസ് ഡിയർ ബോത്ത് ടു പെർഫെക്റ്റ് ബീയിങ് ആൻഡ് ടു ദ ഇൻഫാലിബിൾ ലോർഡ്. അതുവരെ ഇൻഫാലിബിൾ ആയിട്ടുള്ള ആ ഭഗവാനും അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാർക്കും വളരെ പ്രിയമായ ആ ഭക്തിയുത സേവനത്തിനെ ഞാൻ പ്രകീർത്തിക്കാതിരിക്കാം എൻ്റെ എന്താ പറയുക വിഷമത്തിന് കാരണമെന്ന് സ്വയം പരിചരിക്കുന്ന സമയത്ത് അവിടെ നാരദമുനി പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. നാരദമുനി റീച്ച് ദ കോട്ടേജ് കൃഷ്ണദ്വൈപായനവാസ. സരസ്വതി ആ തീരത്തിരിക്കുന്ന അവിടെ വന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നാരദമുനിയെ വളരെ ആദരവോടുകൂടിയിട്ട്, റെസ്പെക്റ്റോട് കൂടിയിട്ട് വ്യാസാസനത്തിൽ ഇരുത്താണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഇതാണ് നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നത്. ഇനി 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്, ആദ്യം തന്നെ സൂത ഗോസ്വാമി പറയുന്നു, അങ്ങനെ നാരദമുനിക്ക് വളരെ ആദരവോടെ ഇരുത്തിയതിനു ശേഷം സൂത ഗോസ്വാമി പറയുന്നു, നാരദമുനിക്ക് thus the sage amongst the god Narada, comfortably seated and apparently smiling, addressed the rishi amongst the brahmanas. അതായത് നാരദമുനിക്ക് വ്യാസാസനം എല്ലാം കൊടുത്തു. ആ കൊടുത്തതിന് ശേഷം നാരദമുനി വ്യാസാസനം ഇരുന്നുകൊണ്ട് വ്യാസദേവനോട് സംസാരിക്കാൻ തുടങ്ങാണ്. ആദ്യം തന്നെ ഗുരു ശിഷ്യനോട് ചോദിക്കുകയാണ്, എന്താ ശിഷ്യ, താങ്കൾ വളരെ നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു. ഏകവേദത്തെ 4 വേദങ്ങളാക്കി മഹാഭാരതം രചിച്ചു. ഇതെല്ലാം താങ്കൾ ചെയ്തു, വളരെ നല്ലതാണ്. ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും താങ്കളുടെ മുഖത്ത് ഒരു സന്തോഷം കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് ഗുരു ചോദിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള ചോദ്യം ഇതില്ലേ. 5 മുതൽ 7 വരെയുള്ള ആ ശ്ലോകങ്ങളിലൂടെ വ്യാസദേവൻ പറയാണ്, താങ്കള് അതായത് ഈ ത്രിലോകങ്ങളിലും അതുപോലെ തന്നെ എവിടെയും താങ്കൾക്ക് കടന്നു ചെല്ലാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൂര്യപ്രകാശം എവിടെയെല്ലാം കടന്നു ചെല്ലുന്നുവോ അതുപോലെ താങ്കൾക്ക് എല്ലാവരുടെയും എല്ലാ സ്ഥലത്തും എല്ലാവരുടെ ഹൃദയത്തിലും താങ്കൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ ഈ അസംതൃപ്തിക്കുള്ള കാരണം താങ്കൾ പറഞ്ഞു തരുമെന്ന് 6, 3, 9, 10-ാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു. ഈ സെക്ഷനിൽ നമ്മൾ ആകെ 16 ചോദ്യം എന്നുള്ളത് പറഞ്ഞു. 1-ാമത്തെ അധ്യായത്തിൽ 6 ചോദ്യം, 4-ാമത്തെ അധ്യായത്തില് 3 ചോദ്യം, ഇപ്പോ 5-ാമത്തെ അധ്യായത്തിൽ ചോദിക്കുകയാണ്, പറഞ്ഞു തരും എൻ്റെ അസംതൃപ്തിക്കുള്ള ആ കാരണം പറഞ്ഞു തരാൻ പറയാണ് ചെയ്യുന്നത്. പിന്നെ 8 മുതൽ 9 ശ്ലോകങ്ങളിലൂടെ നാരദമുനി വ്യാസദേവ് രചിച്ച വ്യാസദേവന്റെ കൃതികളുടെ പോരായ്മകളെ കുറിച്ചാണ് പറയുന്നത്. താങ്കൾ എന്താ അതിന്റെ പോരായ്മകള്? ഭഗവത് മഹാത്മ്യത്തെ കുറിച്ച് പ്രകീർത്തിച്ചതിലുള്ള അപര്യാപ്തത. താങ്കൾ വളരെ നന്നായിട്ട് എല്ലാം രചിച്ചു. അവിടെ എന്താ കൂടുതൽ ഇമ്പോർട്ടന്റ് എന്തിനാ കൊടുത്തത്? പുരുഷാർത്ഥങ്ങൾക്ക് താങ്കൾ കൊടുത്തത്. അതായത് ധർമ്മ, അർത്ഥ, കാമമോക്ഷത്തെ കുറിച്ചിട്ടാണ് താങ്കൾ കൂടുതൽ വിശദീകരിച്ചത്. പക്ഷെ അവിടെ താങ്കൾ ഒരു കാര്യം ചെയ്തില്ല, ഭഗവാന്റെ ആ മഹാത്മ്യത്തെ താങ്കൾ വിശദീകരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ അനന്തമായ ആ താങ്കൾ രചിച്ച ആ സൃഷ്ടികൾക്ക് 2 തരം ഇതുണ്ട്. ഒന്ന് ഭൗതികവും പിന്നെ ആത്മീയവും. അവിടെ എക്സാമ്പിൾ പറയുന്നത് കാക്കയും അരയണ്യത്തെ കുറിച്ച് പറയുന്നു. കാക്കകൾ എന്താണ്? വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ കാക്കകൾ കാണപ്പെടുന്നത് പോലെ, അതുപോലെ തന്നെ അരയന്നം പരിശുദ്ധമായ സ്ഥലങ്ങളിൽ അരയന്നം കാണപ്പെടുന്നവരാണ് ഈ രണ്ട് കാര്യങ്ങൾ. അപ്പൊ താങ്കൾ ചെയ്ത ഈ ധർമാർത്ഥ കാമമോക്ഷത്തെ കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുന്നത് അത് കാക്കകളുടെ വാസസ്ഥാനം പോലെയും, അതുപോലെ തന്നെ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ആ നാമരൂപ ഗുണ ലീലാദികളെ കുറിച്ച് വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? അരയന്യങ്ങളെ കുറിച്ചാണ്. അങ്ങനെ ഒരു സാദൃശ്യം അവിടെ പറയാൻ ചെയ്യുന്നത്. താങ്കളുടെ ആ കൃതിയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതിനുശേഷം 10 മുതൽ 12 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു, ഭഗവത് ഭക്തി മാത്രമാണ് ഭക്തി സേവന. ആ ഭക്തി സേവനമാണ് ഏറ്റവും വിലപ്പെട്ട സമ്പത്ത്. വ്യാസമുനി അതിനെക്കുറിച്ച് വ്യക്തമായി അതിനെ പ്രകീർത്തിക്കേണ്ടതായിരുന്നു. പക്ഷെ താങ്കൾ അത് ചെയ്തില്ല. ഭക്തിയിലെ പുരോഗതി എന്നേന്നേക്കുമായി നിലനിൽക്കുന്നു, വീഴ്ചയിൽ പോലും നഷ്ടമുണ്ടാവില്ല എന്ന് 17 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ പറയാണ്. ഭക്തിയുടെ നമ്മള് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നേഹാഭിർക്കർമനാസ്വസ്തി പ്രത്യവായന വിദ്യതേ സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാത്. ഇവിടെ 17-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? One who has forsaken his material occupation to engage in devotional service of the Lord
may sometime fall down while in an immature stage, yet there is no danger of his being unsuccessful. On the other hand, a non-devotee, though fully engaged in occupational duties, does not gain anything. ഒരു എന്താ പറയുക, അഭക്തനായ വ്യക്തി ഭൗതികമായ ഏത് തലങ്ങളിൽ ഉയർന്ന് ചെന്നാലും ശരി, അദ്ദേഹം ഒന്നും നേടാൻ പോകുന്നില്ല. പക്ഷെ അതേസമയം ഒരു വ്യക്തി, അതായത് ഈ ഭക്തിയുത സേവനം ചെയ്തു, ഇങ്ങനെയുള്ള ധർമ്മ ആചാരങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇമ്മച്വർ സ്റ്റേജിലായാലും ശരി, അദ്ദേഹത്തിന് യാതൊരുവിധ ഒരു വീഴ്ചയും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ക്ഷിപ്രം ഭവതി പരമാത്മാ, അദ്ദേഹം ഉടനെ തന്നെ ഈ ഭക്തിയുത സേവന തലത്തിൽ വീണ്ടും വീണ്ടും അദ്ദേഹം മുന്നോട്ട് ഉയരാനുള്ള ചാൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 17 മുതൽ 19 ശ്ലോകത്തിലൂടെ അതാണ് ഇവിടെ വിവരിക്കുന്നത്. പിന്നെ 20 മുതൽ 22 വരെ ശ്ലോകങ്ങളുടെ ഭഗവത് മഹാത്മ്യത്തെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ പറയുന്നു. 20ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? Thus, the Supreme Personality of Godhead is himself this cosmos, and still he is aloof from it. From him only has this cosmic manifestation emanated. In him it rests, and unto him it enters after annihilation. Your good self known all about this. I have given only a witness. താങ്കൾക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്. വ്യാസനോട് പറയാണ് നാരദമുനി, താങ്കൾക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാം. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത് ഭഗവാൻ, എല്ലാം ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഭഗവാനെ കുറിച്ചിട്ട് ഇവിടെ കൂടുതൽ വ്യാസദേവനെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യുവർ ഗുഡ്നസ് ഹാസ് പെർഫെക്ഷൻ. താങ്കൾക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ട്, എന്നിട്ടും താങ്കൾ അത് വിശദീകരിച്ചില്ലല്ലോ. യു യുവർ സെൽഫ് ക്യാൻ നോ ദ സുപ്രീം പേഴ്സണാലിറ്റി ഗോഡ് ബിക്കോസ് യു ആർ ദ പ്രസന്റ് പ്ലാനറ്ററി പോർഷൻ ഓഫ് ദ. ഇപ്പൊ താങ്കൾ ആ ഭഗവാന്റെ തന്നെ അവതാരമാണ്, താങ്കൾക്ക് എല്ലാം നന്നായിട്ട് അറിയാം. അങ്ങനെ ആ ബർത്ത്ലെസ് അജനനായ ആ ഭഗവാനെ കുറിച്ചിട്ട് താങ്കള് കീർത്തിക്കാൻ പറയാണ്. അതാണ് 20 മുതൽ 22 വരെ ശ്ലോകങ്ങൾ പറയണേ. പിന്നെ 23 മുതൽ ഇനി അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് സാധുസംഘ അല്ലെങ്കിൽ ഭക്തിയുത സേവനം, എപ്രകാരമാണ് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പ്രയോജനം ഭഗവത് കൃഷ്ണഭക്തി പ്രേമം അല്ലെങ്കിൽ കൃഷ്ണപ്രേമം അല്ലെങ്കിൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് 23 മുതൽ ഉള്ള തുടർന്ന ശ്ലോകങ്ങള് നാരദ മുനി തന്റെ പൂർവ്വജന്മ കർമ്മങ്ങളെ കുറിച്ച് പറയാണ്. അതായത് ഞാൻ പൂർവ്വജന്മത്തില് ഒരു ശൂദ്ര സ്ത്രീയുടെ പുത്രനായിരുന്നു. അങ്ങനെ ആ ശൂദ്ര സ്ത്രീ ഒരു സ്ത്രീ അവര് ആ നാട്ടില് കുറച്ച് ഭക്തി വേദാന്തികൾ വരാൻ ഇടയായി. അവരെ പരിചരിക്കാനുള്ള അവസരം എൻ്റെ അമ്മയ്ക്ക് കിട്ടി. ആ അമ്മയുടെ കൂടെ ഞാനും പോയി അവിടെ ഇരുന്ന് അവരെ സേവിക്കാറുണ്ടായിരുന്നു. ചെറിയ ബാലകനാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, കളിച്ചും ചിരിച്ചും ഓടി നടക്കുന്ന ആ കുട്ടി വളരെ ശാന്തമായി ഈ ഋഷിവര്യന്മാരുടെ അല്ലെങ്കിൽ ഭക്തിവേദാന്തികളുടെ സന്യാസിമാരുടെ അടുത്തിരുന്ന് അവർ പരസ്പരം സംസാരിക്കുന്നത്. എന്തായിരിക്കും അവർ പരസ്പരം സംസാരിക്കുക? ശ്രീമദ് ഭാഗവതത്തിൽ എന്താ പറയുന്നത്, ഭഗവത്ഗീത എന്താ പറയുന്നത്? ചതുർശ്ലോകീയ ഭഗവത്ഗീതയിലെ മച്ചിത്ത മദ്ബദ ക്രാണ ബോധ എന്താ പരസ്പരം. രണ്ട് ഭക്തന്മാർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ ആ വിഷയങ്ങളെല്ലാം അവിടെ സംസാരിക്കുക. അപ്പൊ പ്രത്യേകിച്ച് ഇവര് ഭക്തിവേദാന്തികളാണ്. അവര് ആ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നു. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയാന്തസ്യമാം നിത്യം തുഷ്യന്തിച്ചാരമന്തിച്ച. അവര് ഭഗവാന്റെ ആ നാമരൂപ ഗുണലീലകളെ വർണ്ണിക്കുന്നതുകൊണ്ട് തന്നെ അവരെന്താണ് രമന്തി, തുഷ്യന്തി രമന്തി. വളരെ എന്താ പറയാ ഉന്നതിയിലുള്ള ആ ആസ്വാദനം അവർ നേടുന്നു. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഭഗവാൻ തരുന്ന കൃപയാണ് അടുത്ത 2 ശ്ലോകത്തിൽ പറയുന്നത്. ആ കൃപയാണ് ഇവിടെ ആ കുട്ടിക്ക് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ അവര് ഈ കുട്ടിയിൽ വളരെ സംപ്രീതനായി. കാരണം യാതൊരു രീതി കളിക്കാണ്ടേയും ഓടി നടക്കാണ്ടേയും വളരെ ശ്രദ്ധയോട് കേട്ട ആ കുട്ടി, അങ്ങനെ ആ കുട്ടിയിൽ അവർക്ക് ഭയങ്കര സ്നേഹമായി. അങ്ങനെ ആ കുട്ടി ഒരു കാര്യം ചോദിച്ചു, താങ്കളുടെ അതായത് നിങ്ങൾ കഴിച്ച നിങ്ങളുടെ പ്രസാദത്തിന്റെ ബാക്കിയുള്ളത് തരാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ അനുമതിയോട് കൂടിയിട്ട് ആ ശൂദ്ര ബാലകൻ അവരിൽ നിന്നും പ്രസാദം സ്വീകരിച്ചു. പറയുന്നത് എന്താണ്? ഒരു മഹാഭക്തന്റെ പരിശുദ്ധമായ ഒരു ഭക്തന്റെ പാദധൂളി, പാദജലം, ഉച്ഛിഷ്ടം ഇതെല്ലാം നമുക്ക് കിട്ടുക എന്ന് പറയാൻ, അത് നമുക്ക് സേവിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനും വലിയൊരു മഹാഭാഗ്യമില്ല. കാരണം അത് തന്നെയാണ് നമ്മളെ പൂർണ്ണമായും പരിശുദ്ധിക്കാൻ അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ നമുക്ക് ഉപകരിക്കുന്നത്. അങ്ങനെ അവരുടെ ആ ഉച്ഛിഷ്ടമെല്ലാം കഴിച്ച് ആ ഭക്തിവേദാന്തികളെ സേവിച്ചതിന് ശേഷം അവരവിടുന്ന് പോവാണ്. അവരുടെ അവിടുത്തെ 3-4 മാസത്തെ അവരുടെ വാസം കഴിഞ്ഞ് അവർ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ കുട്ടിക്ക് ഉപദേശം നൽകി. അദ്ദേഹത്തിന് അതായത് നമ്മൾ പറയുന്നത് ദീക്ഷ നൽകുക എന്ന് പറഞ്ഞ പോലെ ഉപദേശം നൽകി. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിൽ 24 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളില് ആ 9 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. 24 മുതൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 24 മുതൽ 28 വരെ
although they were impartial by nature, those followers of Vedanta blessed me with their causeless mercy. അവർ എന്നെ അനുഗ്രഹിച്ചു. As far as I was concerned, I was self-controlled and had no attachment for sports, even though I was a boy. In addition, I was not naughty and I did not speak more than required. ഇത് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എപ്പോൾ നമ്മള് ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീത ഒക്കെ കേൾക്കാതിരിക്കുന്ന സമയത്ത് എത്രമാത്രം അറ്റൻറ്റീവായിട്ട് നമ്മൾ ഇരിക്കണം. കാരണം ഒരു കൊച്ചു ബാലകൻ, അദ്ദേഹത്തിന്റെ സെൽഫ് നേച്ചർ എന്ന് പറയുന്നത് ഓടി നടന്ന് കളിച്ച് ചിരിച്ച് നടക്കേണ്ട ആ കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടി വളരെ സെൽഫ് കൺട്രോൾഡ് ആയിട്ട്, അതുപോലെ തന്നെ യാതൊരുവിധ കുസൃതിയും കാണിക്കാണ്ട് അങ്ങനെ ആ ഭാഗവതം അല്ലെങ്കിൽ ആ ഭക്തി വേദാന്തികള് പരസ്പരം സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. എപ്രകാരമാണ് അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ചിട്ടുള്ള കഥാശ്രവണം ചെയ്യേണ്ടത് എന്നതിൽ നിന്ന് നമുക്കൊരു ഗുണപാഠമാണ്. Once only by their permission I took the remnants of their food, and by so doing all my sins were at once eradicated. മഹാപ്രസാദം കഴിച്ച് എൻ്റെ എല്ലാവിധ പാപങ്ങളും ദൂരീകരിക്കപ്പെട്ടു. Thus being engaged, I became purified in head. എൻ്റെ ഹൃദയം ശുദ്ധീകരിച്ചു തുടങ്ങി. At the very nature I attracted to me. എനിക്ക് അതുകൊണ്ട് തന്നെ ആ ട്രാൻസ്ജെൻഡറിസ്റ്റ് എന്നിൽ അവർക്ക് ഭയങ്കര അവർക്ക് അട്രാക്ഷൻ ഉണ്ടായി. അങ്ങനെ when the association by the mercy of those great Vedantis, I could hear them describe the attractive activities of the Lord. ഞാൻ അവര് ഭഗവാനെ കുറിച്ച് പറയുന്നതെല്ലാം ഞാൻ കേട്ടു. അങ്ങനെ thus listening attentively, by my taste for hearing of the personality of Godhead increase every step. നമ്മള് രണ്ടാമത്തെ അധ്യായത്തിലെ സൂതഗോസ്വാമി എങ്ങനെയാണ് ആ ഭക്തിയുടെ സ്റ്റെപ്പ് പറയുന്നത് ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തിയോദയ ഭഗവത് തത്വവിജ്ഞാനം മുക്ത സംഘസിജായതയ. കറക്റ്റായിട്ട് ആ 6 ശ്ലോകം നമ്മൾ പഠിച്ചാൽ തന്നെ ഭക്തിയുത സേവനത്തിന്റെ ആ പ്രോസസ്സ് വ്യക്തമായിട്ട് സൂതഗോസ്വാമി അവിടെ പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഇൻക്രീസ് എവരി സ്റ്റെപ്പ്, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ, അങ്ങനെയെല്ലാം നേടുക ചെയ്യുന്നത്. അങ്ങനെ ഓ ഗ്രേറ്റ് സേജ്, as soon as I got the taste of personality of Godhead, my attention to hear of the Lord was unflinching. Unflinching എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാന്ദ്രാനന്ദ വിശേഷാത്മ ഭക്തി സാമൃദ്ധ സിന്ധുവിൽ പഠിച്ചവർക്ക് അറിയാതെ, അതായത് അങ്ങനെയുള്ള ആ ഭക്തിയുടെ സേവനം ഒരിക്കലും പിൻവലിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ആൻഡ് മൈ ടേസ്റ്റ് ഡെവലപ്പ്, I could raise that it was only in my ignorance that I had accepted gross and subtle coverings. അതായത് ഞാൻ ഇതിന് മുന്നേ ഉള്ള ആ സമയത്തെ കുറിച്ചിട്ട് ആലോചിച്ചു പോവാണ്. കാരണം ഇതുവരെ ഞാൻ എൻ്റെ ആ ഗ്രോസ് ആൻഡ് സബ്റ്റിൽ, അതായത് എന്താ പറയുക, ശാരീരിക തലത്തിൽ നിന്നും എനിക്ക് അതിനൊക്കെ എല്ലാം ആ ഒരു ആജ്ഞതയിൽ നിന്ന് എനിക്ക് മാറാൻ സംഭവിച്ചു. ഫോർ ബോത്ത് ആൻഡ് ലോഡ് ആർ മൈ ട്രാൻസെൻഡന്റൽ. ഇങ്ങനെ പറയാണ് 28 മുതല്. Thus during 2 seasons, the rainy season and autumn, I had the opportunity to hear these great soul sages constantly. അവരങ്ങനെ ആ സീസണിൽ അവർ സംസാരിച്ചെല്ലാം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. And chant the unaltered glories of the Lord Hari. As the flow of my devotional service began, the covering of mourners, passion, ignorance went. അങ്ങനെ ഞാൻ എന്താ പറയുക, രജോ തഥാ രജസ്തമോ ഭാവ കാമലോപാദയശ്ചയേ ചെയ്ത ഏതൈരനാവിദ്ധം സ്ഥിതം സത്യ പ്രസിദ്ധി. അങ്ങനെ രജോ തമം ഗുണത്തിൽ നിന്ന് മാറി ഞാൻ ശുദ്ധ സത്വഗുണത്തിലേക്ക് ഉയർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ 32 മുതൽ 36 വരെയുള്ള ജോലിയിലെ കർമ്മയോഗ പ്രക്രിയ എങ്ങനെയാണ് ഭഗവാന്റെ ആ സേവനത്തിൽ ഏർപ്പെടുത്തുന്ന കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പിന്നെ 37 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളില് നാരദമുനി, 32 മുതലുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് നോക്കാം. നാരദമുനി അതിനുശേഷം കൺക്ലൂഷൻ ആയിട്ട് ഉപദേശിക്കുകയാണ്. ഓ വ്യാസദേവ, അതായത് ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ലേൺ ദാറ്റ് ദ ബെസ്റ്റ് remedial measure for removing all troubles and miseries is to dedicate one's activities to the service of Supreme Personality of Godhead. Savai pumsam parodharmo yado bhakti radokshajay ahaytuhi apradihada yayatma suprasiddhi. That is the best process. അതായത് നമ്മുടെ ഈ ട്രബിൾസ് ആൻഡ് മിസറീസ്, ആദിഭൗതിക, ആധ്യാത്മിക, ആദിക്ലൈശിക, ജന്മമൃത്യു, ജരാവ്യാധി, ദുഃഖ, ദോഷാനുദർശനം, ഇതെല്ലാം മാറാനുള്ള ഒരേ ഒരു ആക്ടിവിറ്റി എന്താണ്? ആ പരമദിവ്യോത്തമ പുരുഷന് ഭക്തിയുത സേവനം ചെയ്യണമെന്ന് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഓ ഗുഡ് സോൾ, ഡസ് നോട്ട് എ തിങ് അപ്ലൈഡ് തെറാപ്യൂട്ടിക്കലി ക്യൂർ എ ഡിസീസ് വിച്ച് വാസ് കോസ്ഡ് ബൈ ദാറ്റ് വെരി സെയിം തിങ്. അതായത് പാലുകൊണ്ട് എന്തെങ്കിലും, നമ്മൾ അതിൻ്റെ ഒരു പറയുന്നത്, പാലുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു വയറിന് എന്തെങ്കിലും വന്നത് അത് പാലിന്റെ പ്രോഡക്റ്റ് കൊണ്ട് തന്നെ അതിനെ മാറ്റുന്ന, അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. അടുത്തതിൽ thus when all men activities are dedicated to the service of the Lord, those very activities which cause his perpetual bondage become the destroyer of the tree of work. അത് എങ്ങനെയാണോ പാല് നമ്മൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിന് കേട് വരുന്നത്, അതുകൊണ്ട് തന്നെ പാലിന്റെ ഒരു പ്രോഡക്റ്റ് കൊണ്ട് തന്നെ ആ
രോഗം നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മുടെ കർമ്മമാണ് നമ്മളിവിടെ ബന്ധിക്കുന്നത്, അതേ കർമ്മത്തെ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കർമ്മബന്ധനത്തിൽ നിന്ന് മാറാമെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. വാട്ട് എവർ വർക്ക് ഈസ് ഡൺ ഹിയർ ഇൻ ദിസ് ലൈഫ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മിഷൻ ഓഫ് ദ ലോർഡ് ഈസ് കോൾഡ് ഭക്തി യോഗ. ഭക്തി യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാന്ന് പറയുന്നത്. അങ്ങനെ ആ ഭഗവാന് പരമപൂർവ്വം ഭക്തിയുദ്ധ സേവനം ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വാട്ട് ഈസ് കോൾഡ് നോളജ് ബിക്കംസ് എ കോമ്യൂണിറ്റഡ് ഫാക്ടർ. അദ്ദേഹത്തിന് അങ്ങനെയുള്ള എന്താ പറയാ അറിവ് നേടുന്നു. ഇതെല്ലാം 16 മുതൽ 22 വരെയുള്ള ശ്ലോകത്തിൽ പറയുന്നത് കൂടുതൽ കൂടി വിവരിക്കുന്നുണ്ട് ഇവിടെ. While performing duties according to order of Sri Krishna, the Supreme Person of Godhead, one constantly remember him, his name and his qualities. അത് ഭഗവാന്റെ ആ കരുണ കൊണ്ട് നിരന്തരം ഭഗവാനെ കുറിച്ച് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ തന്നെ ആ ഭഗവാന്റെ നാമരൂപ ഗുണങ്ങളെ കുറിച്ചിട്ട് നമ്മൾക്ക് റിമെമ്പർ ചെയ്യാനുള്ള കഴിവ് തരുന്ന തേഷാം സതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ഉദ്യോഗത്വം യേനമാം ഉപയാം ദിതേ. ആരാണോ ഭഗവാനെ ശ്രദ്ധയോടും ആദരവോടും വിശ്വാസത്തോടും ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെ കേൾക്കുന്നത് അവർക്ക് ഭഗവാൻ ശരിയായിട്ടുള്ള അറിവ് പറഞ്ഞു കൊടുക്കും. എന്താണ് ശരിയായിട്ട് അറിവ്, എങ്ങനെ ഭഗവത് ധാമത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞു കൊടുക്കും. ലെറ്റസ് സ്റ്റാൻഡ് ദ ഗ്ലോറീസ് ഓഫ് വാസുദേവ. അതുകൊണ്ട് നമ്മൾ ആ വാസുദേവന്റെ നാമരൂപ ഗുണങ്ങളെ ചാൻഡ് ചെയ്യുക. എലോങ് ദിസ് പ്ലാനറി എക്സ്പാൻഷൻ പ്രത്യുജ്ഞാനവിരുദ്ധായൻ സംഘർഷണ ഇവിടെ പറയുന്നു. പിന്നെ 38ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് thus he is actual seer who worships in the form of transcendental sound representation Supreme Personality Godhead Vishnu who has no material form. എന്നുള്ള കാര്യങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഈ 40 ശ്ലോകങ്ങളിലൂടെ ഈ ഇദ്ദേഹം എന്താ പറയാ നാരദമുനി തന്റെ പൂർവ്വകാല കർമ്മങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ശൂദ്ര ബാലകനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറിച്ച് വിശദീകരിച്ചു. അതിനുശേഷം ഭക്തി വേദാന്തികളെ സേവിച്ചത് പറഞ്ഞു. ആ ഭക്തി വേദാന്തികളിൽ നിന്ന് അനുഗ്രഹം കിട്ടി, ദീക്ഷ കിട്ടി, ഇതെല്ലാം പറഞ്ഞു. ഇനി 6ാമത്തെ അധ്യായത്തിലെ തുടക്കത്തിൽ കിടക്കുമ്പോൾ പിന്നെ ശൗനക ഋഷികൾ ചോദിക്കുകയാണ്. 6, 3, 9, 10, 11ാമത്തെ ചോദ്യം ചോദിക്കുന്നതാണ്. എന്താണ്? താങ്കള് ആ ഭക്തി വേദാന്തികളിൽ നിന്നും ദീക്ഷ കിട്ടിയതിനു ശേഷം അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടിയതിനു ശേഷം ഉപദേശം കിട്ടിയതിനു ശേഷം ശിഷ്ടകാലം താങ്കളുടെ ആ ശരീരത്തിൽ നിന്നും ശൂദ്രബാലകന്റെ ശരീരത്തിൽ നിന്നും ഈ നാരദമുനി ആയിട്ടുള്ള താങ്കൾക്ക് ഇപ്പൊ കിട്ടിയ ശരീരത്തിലേക്കുള്ള ആ ട്രാൻസിഷൻ പീരീഡ് അതിനെ കുറിച്ച് വിശദീകരിക്കാനാണ് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ് ഗുരുദേവ് കി ജയ്. എന്നെ 4